കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കറിയാം, റെഗുലർ സ്റ്റുഡൻസിന് പ്രൊജക്ട് വിത്ത് വൈവ ആണെങ്കിൽ SD സ്റ്റുഡൻസിന് അഡീഷണൽ പേപ്പർ ആയിട്ടുള്ള ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി പ്ലസ് ജനറൽ വൈവയാണ് വരുന്നത്. പ്രൊജക്ട് വൈവയുടെ കേസിലോട്ട് പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. ബട്ട് ജനറൽ വൈവയുടെ കേസിലോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളാണ്. എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ നമ്മൾ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? സോ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. സോ എല്ലാവർക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ SD സ്റ്റുഡൻസ് അവരുടെ ജനറൽ വൈവ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ കൊടുക്കുന്നു. അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വൈവയുടെ കേസിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സെൻറ്റർ, നിങ്ങളിപ്പോൾ എക്സാം എഴുതിയ സെൻറ്ററുകളിലൊക്കെ ആയിരിക്കും ഈ വൈവ ഉണ്ടാവുക. ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 25-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് എന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. റിപ്പോർട്ടിംഗ് ടൈം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 10 മണിക്ക് ആ സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യണം. ദെൻ വൈവ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് 2 ടീച്ചേഴ്സ് ഇറങ്ങുന്ന പാനലിൻ്റെ മുമ്പിലാണ്. അത് ചിലപ്പോൾ റിട്ടയർഡ് ടീച്ചേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ ആയിരിക്കും മിക്കതും. ചിലപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിലുള്ള ടീച്ചേഴ്സോ അവരൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു 2 ടീച്ചേഴ്സ് അടങ്ങുന്ന പാനലിൻ്റെ മുമ്പിലാണ് നിങ്ങൾ വൈവ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഓൾറെഡി വന്നിട്ടുള്ള ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടി 1 by 1 ആയിട്ട് നമുക്ക് കാണാം. സോ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, വൈവ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? സോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ മാസ്റ്റർ പ്രോഗ്രാമാണ് ചെയ്യുന്നത്, M.Com ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ വൈവ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ബിഗിനിങ് എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അതിനുശേഷം ടീച്ചേഴ്സ് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കും. അപ്പോൾ അതിനൊക്കെ പരമാവധി നമ്മുടെ ഭാഗത്ത് നിന്ന് ഇംഗ്ലീഷിൽ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ മലയാളത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ, ആ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു, നോ പ്രോബ്ലം. ഇനി ഇംഗ്ലീഷിൽ പറയുമ്പോൾ മിസ്റ്റേക്ക് വരുന്നു, കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ ട്രൈ ചെയ്യുക. ശ്രമിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജിലോട്ട് തന്നെ മാറ്റുക. ബിക്കോസ് മോർ ദാൻ ലാംഗ്വേജ്, നമുക്ക് കണ്ടന്റ് പ്രോപ്പറായിട്ട് പറയാൻ സാധിക്കണം എന്നുള്ള, ചോദ്യങ്ങൾക്കുള്ള ആൻസർ പ്രോപ്പറായിട്ട് പറയാൻ സാധിക്കണം. കോൺഫിഡൻറ്റ് ലാംഗ്വേജ് ഏതാണെങ്കിൽ അത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. ബട്ട് എന്നാലും എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി. രണ്ടാമത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇവിടെ ലക്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ലക്ക് ഫാക്ടർ ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാണ്ട് പോയിട്ടൊരു കാര്യമില്ല. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ കൂടെ ലക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ദിവസം ചിലപ്പോൾ 2 ടീച്ചേഴ്സ് ഇറങ്ങുന്ന പാനലിന് ഒരു 25 സ്റ്റുഡൻസിനെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ മോർണിംഗ് 10 മുതൽ ഇങ്ങനെ അല്ലേ, ഓരോ സ്റ്റുഡൻസിന് ഇത്ര സമയം അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മോർണിംഗിലായിരിക്കും, ചിലപ്പോൾ ആഫ്റ്റർനൂൺ ആയിരിക്കും, ചിലപ്പോൾ ഈവനിങ്ങിലായിരിക്കാം. അപ്പോൾ അവരുടെ മെൻ്റൽ മാനസികാവസ്ഥ എങ്ങനെയാണ്, അതനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ നമ്മുടെ മാർക്കും മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളാണെങ്കിലും ഏത് സമയത്താണ് കയറുന്നതെങ്കിലും നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, നല്ല പ്രസൻസ് ഓഫ് മൈൻഡിൽ പെരുമാറാം. കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക, ബ്ലാങ്ക് ആവാതിരിക്കുക. എപ്പോഴും പലരും പറയുന്നൊരു കാര്യമാണ്, ആബ്സെൻറ്റ് മൈൻഡായി തലയിലുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോയി അങ്ങനെയൊന്നും ആവാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക. അതിന് വേണ്ടത് വെൽ പ്രിപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ സാധിക്കുക? ഇതൊരു വൈവ ആയതുകൊണ്ട് തന്നെ മുൻകൂട്ടി നമുക്ക് 100% പറയാൻ പറ്റില്ലല്ലോ ഇന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. എന്നാലും ഒരു പരിധി വരെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ സാധിക്കുന്ന കാര്യങ്ങൾ കാണാം. സോ വൈവ ഏതൊരു ഫോമാറ്റിലാണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. ഇനി നെക്സ്റ്റ്, വൈവയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡ്രസ് കോഡിനെ പറ്റിയിട്ട് കുട്ടികൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡ്രസ് കോഡൊന്നും ഇല്ല, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ഇടാം. എന്നാലും ഒരു ഫോമൽ ഡ്രസ് കോഡ്, ഫോമൽ ഡ്രസ്സ്
ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഗേൾസിന് ചുരിദാർ ഇടാം, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോർമൽ ഡ്രസ് കോഡ് ഫോളോ ചെയ്ത് പോകാൻ ശ്രമിക്കുക. അത്രയുള്ളൂ. ബോയ്സ് ആണെങ്കിൽ ഇൻസൈറ്റൊക്കെ ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു സീരിയസ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. നമ്മൾ സാധാരണ വല്ല പാർട്ടികൾക്ക് പോകുന്ന പോലെ പോകാണ്ട്, അടിച്ചു പൊളിച്ച് വല്ല കാര്യങ്ങൾക്ക് പോകുന്ന പോലെ പോകാണ്ട് ഒരു ഫോർമൽ ഡ്രസ് കോഡ് ഫോളോ ചെയ്ത് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. അതല്ലാണ്ട് ഇന്ന ഡ്രസ്സ് ഇട്ട് പോകണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആ ഫോർമൽ ഡ്രസ് കോഡൊക്കെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ അവർക്ക് ഈ കുട്ടി എന്താണ് വൈവിക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലൊരു ആംബിയൻസ് അവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ട് വരും. ഒരു സീരിയസ്നെസ് ക്രിയേറ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രസ് കോഡ് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 1. നമ്പർ 2, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സമയത്തിന് തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക. 10 മണിക്ക് അവരെ എത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിക്ക് തന്നെ എത്താം. റിപ്പോർട്ടിംഗ് ടൈം 10 o'clock ആണ്. അവരതനുസരിച്ചിട്ടായിരിക്കും നമ്പറൊക്കെ നമുക്ക് അലോട്ട് ചെയ്ത് തരാം. അപ്പോൾ അതുകൊണ്ട് ഇൻ ടൈമിൽ എത്താൻ ശ്രമിക്കുക. ചില കുട്ടികൾ പറയുന്നുണ്ട്, ആ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിൽ എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട്, അതുകൊണ്ട് ഡേറ്റ് മാറ്റാൻ വല്ല സാധ്യതയുണ്ടോ എന്നൊക്കെ. അത് നിങ്ങളുടെ സെൻറ്ററിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് എത്താൻ പറ്റുന്ന ദിവസത്തിൽ മാത്രം നിങ്ങൾ വൈവ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഡ്രസ് കോഡിൻ്റെ കാര്യം പറയാനുള്ളത്. അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ദിവസം മാത്രം ഇത് പോയി പ്രസൻറ്റ് ചെയ്യുക. ഓടിപ്പോയി ചെയ്യേണ്ട ഒരു കാര്യമല്ല. നല്ല രീതിയിൽ മാർക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഇനി നമ്മുടെ വൈവ ആരംഭിക്കാൻ പോവാണ്. 2 ടീച്ചേഴ്സ് അവിടെ ഉണ്ട്. നമ്മൾ വൈവ ഹാളിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റർ ചെയ്യാൻ പോണേക്കാൾ മുമ്പ് നമ്മൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട മാനേഴ്സ് ഉണ്ട്. ആദ്യം തന്നെ മേ ഐ എന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് പറയും ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇരിക്കുക, അല്ലാണ്ട് ഓടിപ്പോയിട്ട് അവിടെ പോയി ഇരിക്കരുത്. അവർ പറയും, അത് അവരുടെ മാനേഴ്സ്, അവരെന്തെങ്കിലും കീപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് അവിടെ നിന്ന് അവർ പറയുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുക. ഓക്കെ. ദെൻ നമ്മുടെ കോൺഫിഡൻസ് ലെവലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ടോട്ടൽ മാർക്സിൽ വൈവയുടെ. അപ്പോൾ എന്താണ് കോൺഫിഡൻസ് ലെവൽ സ്റ്റുഡൻറ്റിൻ്റെ? വളരെ പേടിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഏത് സമയവും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇരിക്കുക. മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും ഇതെങ്ങനെയെങ്കിലും ഈ പരിപാടി അവസാനിപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണെന്നൊക്കെ. കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുമ്പോൾ നിർബന്ധമായും ആ കുട്ടി ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യും. വളരെ സ്മൈലി ഫേസോട് കൂടിയായിരിക്കും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുക. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയും. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. നമ്പർ 1, പേഷ്യൻസ്. സമാധാനത്തിൽ അവിടെ പോയിരിക്കുക, വെപ്രളം വേണ്ട. നമ്പർ 2, സ്മൈലി ഫേസ് ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. നമ്പർ 3, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എത്രത്തോളം പ്രിപ്പയർ ചെയ്ത് പോയാലും ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുക. ഓക്കെ. ഇതൊക്കെ മിനിമം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു, നമ്മൾ അവിടെ ഇരുന്നു. ഓക്കെ. അതിനുശേഷം ഇത് പ്രൊജക്ട് വൈവി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊജക്റ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ അടുത്ത് ആദ്യം ചോദിക്കുന്നൊരു ചോദ്യം ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ല ലാംഗ്വേജിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു വയ്ക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. സോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം, പല കുട്ടികൾക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ ആൾക്കാരുടെ പറ്റിയുള്ള കാര്യങ്ങളൊന്നല്ല അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. നമ്പർ 1, നിങ്ങൾ പേര് പറയുന്നു. നമ്പർ 2, എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. അതിനുശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങളും കരിയർ ഒബ്ജക്റ്റീവും ഒക്കെയാണ് മെയിനായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 12th കഴിഞ്ഞത് അവിടെ നോട്ട് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ 10th കഴിഞ്ഞത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ 12th കഴിഞ്ഞത് എവിടെ നിന്നാണ്. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു, ഹൈ മാർക്സോട് കൂടി പാസ്സായി, അത് പറയാം. ദെൻ അതിനുശേഷം നമ്മൾ MCOM ജോയിൻ ചെയ്തു. MCOM ഞാൻ ജോയിൻ ചെയ്യാൻ വ്യക്തമായുള്ള കാരണം ഉണ്ടെന്ന് പറയാം. MCOM കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ അക്കൗണ്ടൻ്റ് ആവാൻ താല്പര്യമുണ്ടെന്നോ, അതല്ലെങ്കിൽ നെക്സ്റ്റ് ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടുള്ള CA CMA ഇങ്ങനെയൊക്കെ പഠിക്കാൻ എന്താണ് ലക്ഷ്യം, ടീച്ചിങ്ങിലേക്ക് ആണെങ്കിൽ നെറ്റ് എഴുതാൻ താല്പര്യമുണ്ടെന്നോ. ഓക്കെ. അങ്ങനെ നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നെക്സ്റ്റ് നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ് എന്താണെന്നും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ
നല്ല രീതിയിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് 2 മിനിറ്റ് വരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അവിടെ തന്നെ ഒരു എഡ്ജ് നിങ്ങൾക്ക് കിട്ടി. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഏതെങ്കിലും മിററിലൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ ചിരിച്ച് പറഞ്ഞു പഠിക്കുക. നമ്പർ 1. സോ അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യം സബ്ജക്ട് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടായിരിക്കും. ഇതൊരു ജനറൽ വേവ് ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് നെക്സ്റ്റ് ചോദിക്കും, ഏതൊക്കെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട്സ്. ചിലപ്പോൾ അതിൻ്റെ കൂടെ വേറെ ചോദിക്കാൻ സാധ്യതയുള്ളത് 4th സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ച പേപ്പേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെ ചോദിക്കും. അപ്പോൾ സബ്ജക്റ്റിൻ്റെ പേരുകൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. പല കുട്ടികൾക്ക് അതുപോലും അറിയില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 4 സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പേപ്പറിൻ്റെ പേരുകൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. അതുമാത്രമല്ല ഒരു ഫേവറേറ്റ് സബ്ജക്റ്റും അവരുടെ അടുത്ത് പറയണം. അപ്പോൾ ഫേവറേറ്റ് സബ്ജക്റ്റ് ഇപ്പോൾ ടാക്സ് ആണെങ്കിൽ ടാക്സ് പറയുക, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണെങ്കിൽ അത്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് എങ്കിൽ അത് പറയാം. കാരണം നെക്സ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ടീച്ചേഴ്സ് ചോദിക്കുക. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഞാൻ പറഞ്ഞാൽ, പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കതും ആ ടീച്ചേഴ്സ് ചോദിക്കുക. അപ്പോൾ പറയുന്ന ഫേവറേറ്റ് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ്, ബേസിക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഇനി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം. അവിടെയും ആ കോൺഫിഡൻസ് കാണിക്കുക. എന്ന് വെച്ചിട്ട് എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല കേട്ടോ. ഓക്കെ, ഇനി ഫേവറേറ്റ് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആ ടീച്ചേഴ്സ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ വല്ല ഏരിയാസ് ഉണ്ടാവും. ചിലപ്പോൾ ടാക്സ് എടുക്കുന്ന ടീച്ചറാണെങ്കിൽ ചിലപ്പോൾ ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ബട്ട് മെജോറിറ്റി നമ്മളൊരു സബ്ജക്റ്റിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കതും വരാം. ബട്ട് അത് മാത്രമല്ല വരാമെന്നുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ നെക്സ്റ്റ് ഈ 2 ഏരിയ അല്ലാണ്ട് ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ടോ? ഫേവറേറ്റ് സബ്ജക്റ്റും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നല്ലാണ്ട്. അത് ആ ടീച്ചേഴ്സിനനുസരിച്ചിരിക്കും. ഇപ്പം നന്നായിട്ട് പേപ്പറൊക്കെ വായിക്കുന്ന ഒരു ടീച്ചറാണ്, കുറച്ചും കൂടിയും വിവരമൊക്കെയുള്ള ടീച്ചേഴ്സൊക്കെയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പോഴത്തെ ബിസിനസ് ട്രെൻഡ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ടാക്സ് വരാൻ പോകുന്ന ടാക്സിലുള്ള മാറ്റങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ഇതും നമുക്ക് പ്രതീക്ഷിക്കാം. അത് ചിലപ്പോൾ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം, ചിലപ്പോൾ ഉണ്ടാവില്ല. അത് ആയിരിക്കുന്ന ടീച്ചേഴ്സിനനുസരിച്ചിരിക്കും. കാരണം ചില ടീച്ചേഴ്സിന് നല്ല വിവരമുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ, ആ വൈവ കംപ്ലീറ്റ് ആക്കുള്ളവർ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, അത് ആ ടീച്ചേഴ്സിനനുസരിച്ചിരിക്കും. ഇരിക്കുന്നത് ലേഡി ടീച്ചേഴ്സ് ആണെങ്കിൽ മിക്കതും അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറവാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സാർമാരൊക്കെ ആണെങ്കിൽ മിക്കതും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജനറൽ വൈവയ്ക്ക് ഈ 3 പാർട്ടായിട്ട് നമുക്ക് ചോദ്യങ്ങളെ ജനറൽ വൈവയെ ഡിവൈഡ് ചെയ്യാം. നമ്പർ 1 ഫേവറേറ്റ് സബ്ജക്റ്റ് നിങ്ങൾ പറയുന്നത്. നമ്പർ 2 ടീച്ചേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് അവർ ചിലപ്പോൾ ചോദിക്കുള്ളൂ കേട്ടോ, അങ്ങനെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് കോമേഴ്സ് ബേസ്ഡ് ആയി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പൊതുവിൽ നടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചോദിക്കുക. അപ്പോൾ ഇതാണ് സാധാരണ ജനറൽ വൈവയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ 1 നല്ല രീതിയിലുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനേക്കാൾ മുമ്പ് ഏതൊക്കെ പേപ്പേഴ്സാണ് 4 സെമസ്റ്ററായിട്ട് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കി വയ്ക്കുക. ദെൻ അതിനുശേഷം ഫേവറേറ്റ് സബ്ജക്റ്റ് ചോദിക്കുമ്പോൾ അത് പറയാം. അതിൽ നിന്നുള്ള ബേസിക് ചോദ്യങ്ങളൊക്കെ പരമാവധി പ്രിപ്പയർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ദെൻ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. സോ ഇത്ര തന്നെയാണ് സാധാരണ ജനറൽ വൈവിക്ക് ഉണ്ടാവാറുള്ളൂ. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഉണ്ടാവുക. അതല്ലാണ്ട് നിങ്ങളെ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഇൻ ടൈമിൽ എത്തി ഒരു 10-15 മിനിറ്റ് ആ വൈവ ഹോളിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്ത് പോരാണെങ്കിൽ ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ പറ്റി എന്ത് ചോദിച്ചിട്ടൊന്നും ആൻസർ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നിങ്ങൾക്ക് മിനിമം പാസ് മാർക്കെങ്കിലും അവരിട്ട് തരും. അതാണ് ഫൈനലി ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാറില്ല, നിങ്ങൾക്ക് പാസ് മാർക്കെങ്കിലും ഇട്ട് തരും. ബട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ
ഫോളോ ചെയ്ത് വൈവ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ജനറൽ വൈവ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ SD സ്റ്റുഡൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.